ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഫില്ലറ്റിനെ പറ്റിയാണ്. അപ്പോൾ ഫില്ലറ്റിനെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി പറയാനുള്ള പ്ലെയിനൊക്കെ സെറ്റാക്കി വെച്ചിരിക്കുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം ഞാൻ എന്തെന്ന് വെച്ചാൽ ഒരു റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് നമ്മളെ ഫില്ലറ്റ് ടൂൾ, ഇതാണ് നമ്മളെ ഫില്ലറ്റ് ടൂൾ. ഇവിടെ രണ്ട് ടൂളിന് നമുക്ക് ഫില്ലറ്റും ചാംഫറും. അപ്പോൾ ഞാൻ ഫില്ലറ്റ് എടുത്തു. ഫില്ലറ്റ് എടുത്ത സമയത്ത് നമുക്ക് കാണാം എന്താ ആദ്യം വന്നിരിക്കുന്നത് എൻറ്റിറ്റീസ് ടു ഫില്ലറ്റ്. ഏതൊക്കെ എൻറ്റിറ്റീസ് ആണ് നമ്മൾ ഫില്ലറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. രണ്ടാമത്തേലുള്ളത് ഫില്ലറ്റ് പാരാമീറ്റേഴ്സ്, അതായത് ഫില്ലറ്റ് ചെയ്യുമ്പം എത്ര റേഡിയസ് കൊടുക്കണം, ഡയമെൻഷൻ കൊടുക്കണോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വരിക. അപ്പോൾ എന്താ പറയുക, നമുക്ക് ഒരു എക്സാമ്പിളായിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി ഇതിൻ്റെ അകത്ത് ഡിഫോൾട്ടായിട്ട് 10 mm ഡയമെൻഷൻ കിടപ്പുണ്ട്. ഞാൻ അപ്പോൾ കീപ് കൺസ്ട്രെയിൻഡ് കോർണേഴ്സ് ടിക്ക് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. ഞാൻ എന്നിട്ട് ഇവിടെ ഇതാ ഈ കോർണർ കൊടുത്തു, ഓക്കെ കൊടുത്തു. ഇപ്പോൾ കണ്ടോ, ഈ കോർണറിൽ നമുക്ക് ഫില്ലറ്റ് കിട്ടി. ഇപ്പം ഇതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 10 ഇതിൻ്റെ കോർണർ കൺസ്ട്രെയിൻഡ് ആയിട്ടാണ് ഉള്ളത്. ഇനി ഞാൻ ഇതിൻ്റെ ഫില്ലറ്റിൻ്റെ ഡയമെൻഷൻ മാറ്റുവാണ്. 15 കൊടുത്തു. 15 കൊടുത്തിട്ട് ഞാൻ ഈ ആൻഡ് നമുക്ക് ഫില്ലറ്റ് ചെയ്യുന്ന രണ്ട് രീതി ചെയ്യാം. ഒന്നിക്ക് നമുക്ക് ഏതൊക്കെയാണോ തമ്മിൽ ഫില്ലറ്റ് ചെയ്യേണ്ട സൈഡ്സ് ഉള്ളത് അത് നമുക്ക് ഡയറക്റ്റ് ഇങ്ങനെ സെലക്ട് ചെയ്യാം. ഇല്ലെങ്കിൽ ജസ്റ്റ് കോർണറിൽ അങ്ങ് കൊണ്ടുവച്ചാൽ മതി, നമുക്ക് ഇങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ സെലക്ട് ചെയ്തു, ഓക്കെ എടുത്തു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ എല്ലാ എൻഡും കൺസ്ട്രെയിൻഡ് ആണ്. അത് ഞാൻ കൺസ്ട്രെയിൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേങ്കിൽ എന്താ, ഒരെണ്ണം മാത്രമേ ഡയമെൻഷൻ ചെയ്ത് തന്നിട്ടുള്ളൂ. അതായത് ഈ മൂന്നും 15 mm റേഡിയസ് ആണ് ഫില്ലറ്റ് ചെയ്ത് വരുന്നത്. പക്ഷെ ഒരെണ്ണത്തിന് മാത്രമേ നമ്മൾ എന്താ ഈ ഡയമെൻഷനിങ് കൊടുത്തിട്ട് കാണുന്നുള്ളൂ. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ബോക്സ് ടിക്ക് ചെയ്യുന്നില്ല, അതായത് ഡയമെൻഷൻ ഈച്ച് ഫില്ലറ്റ് എന്ന് പറയുന്ന ബോക്സ് ടിക്ക് ചെയ്യാത്തതുകൊണ്ടാണ് ഇങ്ങനെ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്താ ഓരോ ഫില്ലറ്റിൻ്റെയും സൈസ് എനിക്കിപ്പം മാറ്റണം എന്നുണ്ടെങ്കിൽ മാറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒന്ന് അൺഡു ചെയ്യാണ്. അപ്പോൾ ഫില്ലറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഫില്ലറ്റ് എടുത്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫില്ലറ്റ് ഇതാ ഡയമെൻഷൻ ഈച്ച് ഫില്ലറ്റ് കൊടുത്ത് ഈ എൻഡ് സെലക്ട് ചെയ്തു, ഈ എൻഡ് സെലക്ട് ചെയ്തു, സോറി അത് സെലക്ട് ചെയ്യില്ല, എൻഡ് സെലക്ട് ചെയ്തു, ഈ എൻഡ് സെലക്ട് ചെയ്തു, ഓക്കെ കൊടുത്തു. ഇപ്പോൾ കണ്ടോ, 3 ഫില്ലറ്റും ഡയമെൻഷൻ ചെയ്ത് വന്നിട്ടുണ്ട്. എനിക്ക് ഇതിൻ്റെ ഡയമെൻഷൻ മാറ്റേണ്ടെങ്കിൽ ഒന്നുമില്ല, ജസ്റ്റ് ഇത് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഇത് ഓക്കെ കൊടുക്കുക. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മോഡിഫൈ വരും. അവിടെ എനിക്ക് ഇതിനെ മാറ്റി ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ 20 ആക്കി. ഇപ്പം കണ്ടോ, ഫില്ലറ്റിൻ്റെ സൈസ് മാറി 20 ആയി. ഇതാണ് നമ്മൾ എല്ലാ സൈഡും ഡയമെൻഷൻ ചെയ്താലുള്ള ഗുണം. നമ്മൾ ഈ ഓരോ ഫില്ലറ്റിൻ്റെ സൈസ് മാറ്റിണ്ടെങ്കിൽ അങ്ങനെ മാറ്റാൻ പറ്റും. ഇനി ഞാൻ എന്താ ചെയ്യുക, ഇനിയുള്ള കാര്യം എന്ന് വെച്ചാൽ പറയുന്നത്, നമുക്ക് ഫില്ലറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ 2 കോർണർ പോയിന്റ്സ് കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇങ്ങനെ ഒരു കോർണർ പോയിന്റ് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഫില്ലറ്റ് ചെയ്യാൻ പറ്റൂ എന്നൊന്നുമില്ല. ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഞാനിതാ ഒരു ലൈൻ വരച്ചു. ഞാൻ വേറൊരു ലൈൻ ഇവിടെ വരക്കുവാണ്. 2 ലൈൻ വരച്ചു. എനിക്ക് ഇതിന് തമ്മിലുള്ള ഫില്ലറ്റ് ചെയ്യണം. അപ്പം ഞാൻ ഫില്ലറ്റ് എടുത്തു. ഇതിൻ്റെ സൈസ് ഒരു 40 mm കൊടുക്കണം. എന്നിട്ട് ഞാൻ ഇത് സെലക്ട് ചെയ്തു, ഫസ്റ്റ് ലൈന്, ഇത് സെക്കൻഡ് ലൈൻ സെലക്ട്. ഇപ്പോൾ കണ്ട ഈ 2 ലൈന് തമ്മിൽ നമുക്ക് ഫില്ലറ്റ് ചെയ്ത് കിട്ടി 40 mm. ഇതാണ്. അപ്പോൾ നമുക്ക് ഫില്ലറ്റ് ചെയ്യാൻ കറക്റ്റ് കോർണർ വേണം നിർബന്ധമില്ല. നമ്മൾ എല്ലാതെയും 2 ജോയിന്റ് തമ്മിൽ മുട്ടാത്ത 2 ലൈൻസ് തമ്മിലും നമുക്ക് ഫില്ലറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഫില്ലറ്റ് ചെയ്യുമ്പോൾ അവിടെ ഫില്ലായി വരുവാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ പറയാനുള്ളൂ. ഇനി ചാംഫറിനെ പറ്റി ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങളോട് പറയുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.